ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു PSC ഫൈറ്റർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2020 LDCക്ക് ആവശ്യമായ മാത്സ് ചോദ്യോത്തരങ്ങളാണ്. പാർട്ട് വൈസാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഓരോ സെക്ഷൻ എടുത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കൃത്യങ്ക നിയമങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പഠിക്കേണ്ടതുണ്ട്. കൃത്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. ഇങ്ങനത്തെ ഇക്വേഷൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും പഠിക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സിമ്പിളാണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി അറിയാം. ഉണ്ടോ, ഇവിടെ ഗുണനം വന്നപ്പോൾ ഇവിടെ പ്ലസ് വന്നു. a⁻m × a⁻n a⁻m+n. a⁻m ഹരിക്കണം a⁻n ആകുമ്പോൾ a⁻m - n വന്നു. പിന്നെ ഇവിടെ a⁻m⁴n ആകുമ്പോൾ a⁻mn വന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് a⁻0, അതായത് x⁻0. ഏതിൻ്റെ പവറും 0 ആണെങ്കിൽ അത് 1 വരിക. ഇതെപ്പോഴും ശ്രദ്ധിക്കണം, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ x⁻n സ്ക്വയർ റൂട്ട് കാണുമ്പോൾ x⁻n/2. പിന്നെ 1/x⁻n x⁻n. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ശ്രദ്ധിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഇതൊന്നുമില്ല തന്നെ ഓൾ റേഷ്യോ എടുക്കുമ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇത് നമുക്ക് ക്വസ്റ്റ്യൻസിൽ കിടക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പ്രീവിയസ് LDC ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2011 LDCയുടെ ക്വസ്റ്റ്യനാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. 17⁻3.5 × 17⁻7.3 ഹരിക്കണം 17⁻4.2 17⁻x എങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഹരണത്തിന് നമുക്ക് നേരെ താഴത്തേക്ക് ഇടാം. അതായത് 17.4.2 ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് സിമ്പിൾ മെത്തഡാണ്. ഇത് നിങ്ങൾ ആദ്യം സിമ്പിളായിട്ട് മനസ്സിലാക്കുക, താഴത്തേക്ക് എഴുതി. ഇത് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഈ സൂത്രവാക്യങ്ങൾ നടത്താൻ നമ്മൾ പഠിച്ച സൂത്രവാക്യത്തിൽ ഇത് ഈ ഇക്വേഷൻ a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിവിടെ സോൾവ് ചെയ്യാം. ഇത് രണ്ടും സെയിം അല്ലേ, 17 സെയിമാണ്. അപ്പോൾ ഇക്വേഷൻ കണ്ടോ, a സെയിമാണ്. അപ്പോൾ ഈ 3.5 7.3 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 10.8 വന്നു. പിന്നെ താഴത്ത് നമുക്കുള്ളത് 4.2 അതുപോലെ. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ നോക്കാം. a⁻m/a⁻n എത്ര? a⁻m - n. അപ്പോൾ അത് വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് സിമ്പിളായിട്ട് 10.8 - 4.2, അപ്പോൾ നമുക്ക് 6.6 എന്ന ഉത്തരം വരും. അപ്പോൾ നോക്കൂ, ഇവിടെയും പവർ സെയിം ആണ് കണ്ടോ, ഇവിടെ 17 ഇവിടെയും 17. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ 6.6 ആണ്. അപ്പോൾ 6.6. ഇതിന് മെയിനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഏത് പ്രോബ്ലംസ് വേണമെങ്കിലും സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് ക്ലിയർ ആയിട്ട് പഠിക്കുക, എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. x⁻x + y⁻y = എന്താണ് ക്വസ്റ്റ്യൻ? അതിൽ എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സ് 2 y -2 ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, 2011 പ്രീവിയസ് ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം ഒരു ദിവസം ഒരു 10 മാത്സ് എങ്കിലും ചെയ്ത് പഠിച്ചാൽ നമുക്കിത് വേഗത്തിൽ സമയം കുറച്ച് നമുക്ക് ചെയ്ത് പഠിക്കാം. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2ൻ്റെ പവർ 2 -2 ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മൈനസിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എനിക്കറിയില്ല, ശ്രദ്ധിക്കുക. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് തന്നെ രണ്ടാമത് എഴുതാം. അതായത് a⁻n എന്ന് പറഞ്ഞാൽ 1/a⁻n എന്നാണ് അർത്ഥം. അപ്പോൾ അതേപോലെ നമുക്കിതിനെ എഴുതി കഴിഞ്ഞാൽ ഈ 1/-2² എന്ന് എഴുതാം. കാരണം ഇവിടെ -2 അല്ലേ, മൈനസ് പവർ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ താഴത്തേക്ക് എഴുതാം. ഇത് നമുക്കിത് ഈസിയായി സോൾവ് ചെയ്തൂടെ? മൈനസിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരിക? പ്ലസ് ആണ് വരിക. നമുക്ക് എല്ലാവർക്കും ഇടുന്നല്ലേ, -2 × -2 +4. ഇനി ഈ രൂപത്തിന് നമുക്ക് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നു. സിമ്പിളാണിത്. ഇതിനെങ്ങനെ നമ്മൾ ഈ 17/4 എഴുതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 × 4 + 1, അതായത് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് +1/4 അങ്ങനെയാണ് എഴുതുക. അപ്പോൾ 4 × 4 4 4 16 +1 17/4 അങ്ങനെ ആൻസറിലെത്തി കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5⁻2x - 1 = 3125 ആയാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് LHS മാർജിൻസും, അതായത് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഉണ്ട്. ഈ 5 ഇവിടെ 5 വന്നിട്ടുണ്ട്, ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5ൻ്റെ ടൈംസ് നമുക്ക് ഈ 31 നമുക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെ നമുക്ക് മാറ്റാം? 31 25 ഘടകക്രിയ ചെയ്യുക. അതായത് ഹരിച്ച് കഴിഞ്ഞാൽ
5ൻ്റെ ടീംസിൽ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. കൊണ്ടോ അത് ഹരിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലേ, സിമ്പിളായിട്ട് നമുക്ക് ഹരിച്ചെടുത്താൽ ഇവിടെ എത്ര പവർ വന്നിട്ട് നോക്കുക. അപ്പോൾ 5 അല്ലേ, അപ്പോൾ 5/5 ഇതിനെ റീറൈറ്റ് ചെയ്ത് എഴുതാം. ഇപ്പോൾ ഇവിടെ ഇത് രണ്ട് വാല്യൂ സെയിമായി. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ 2x⁻1 = 5, കാരണം ഇത് രണ്ടും സെയിം ആണല്ലോ, ഈ 5ഉം 5ഉം സെയിം അല്ലേ. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ എഴുതി, എന്നിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിൻ്റെ വാല്യൂ ആണെങ്കിൽ -1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ ഇവിടെ +1 അപ്പോൾ ഇവിടെ 6 ആയില്ലേ. അപ്പോൾ 2x = 6, എക്സിൻ്റെ വാല്യൂ 3. ഇത് സിമ്പിളാണ്. ഇങ്ങനത്തെ തന്നെ നമ്മൾ ഇതിനെ ഹരിക്കണം. ഹരിച്ച് അതിൻ്റെ ഇവിടെ ഏതാണ് വാല്യൂ, ആ വാല്യൂക്ക് നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതണം. അത് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2⁻20 ഹരിക്കണം 2⁻15 × 2⁻3 അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ സെയിം ക്വസ്റ്റ്യനാണ്. നമുക്ക് ആ ഇക്വേഷൻ പഠിക്കുക വേണ്ടു. അപ്പോൾ a⁻m / a⁻n എന്താണെന്ന് നമുക്കറിയാം. a⁻m - n ഇതല്ലേ നമ്മൾ ചെയ്ത്. അപ്പോൾ അത് വെച്ച് ഇവിടെ ചെയ്യുക. അപ്പോൾ 2⁻20 - 2⁻15 വരും. അപ്പോൾ 25 കുറച്ച് 15, 5 കുറച്ച് 5 അല്ലേ വരിക. അപ്പോൾ 2⁻5. പിന്നെ × 2⁻3 അത് നമ്മൾ എന്താ പഠിച്ചു, നേരത്തെ പഠിച്ചില്ലേ, a⁻m × a⁻n എന്താ a⁻m + n. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ 5 + 3 8, 2⁻8. ഇത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസാണ് ഇതിൽ വരാറ്. പക്ഷെ നമുക്ക് ഈ സൂത്രവാക്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ സൂത്രവാക്യങ്ങൾ നന്നായി പഠിക്കുക, അതിന് ശേഷം മാത്രം പ്രോബ്ലംസ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. 144 + 1/2 + 216 1/3 അതിൻ്റെ ഉത്തരം എത്രയാണ്? അപ്പോൾ നമുക്ക് 144നെ എങ്ങനെ നമുക്ക് എഴുതാം? 12ൻ്റെ സ്ക്വയറാണ് 144. അപ്പോൾ നമുക്ക് 12 സ്ക്വയറിന് എഴുതി കൂടെ. അവിടെ എത്ര ചെയ്തിട്ടുള്ളൂ? 12 സ്ക്വയറിന് എഴുതി. ഈ ⁻³ 1/2 അതുപോലെ ഇട്ടു. ഇവിടെ 216നെ 6³ എഴുതാം. നമുക്കറിയാം 6³ എഴുതി കൂടെ. 216ന് 1/3 ഇട്ടു. ഇനി എന്താ നമുക്ക് ഇക്വേഷൻ അറിയില്ലേ? a⁻m × a⁻n എന്താ? a⁻m × a⁻n എന്താ? a⁻m × n. അപ്പോൾ ഇവിടെ അതേപോലെ 2 × 1/2 എത്ര? ഈ 2 ക്യാൻസൽ ചെയ്ത പോയി ഇവിടെ 1 ആയില്ലേ. അതുപോലെ ഈ 3 ക്യാൻസലായി പോയില്ലേ. അപ്പോൾ 12 + 6 18 കണ്ടു. അതൊക്കെ വെറും ഈസി ക്വസ്റ്റ്യൻസാണ്, ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസാണ്. ഇതൊക്കെ LDC പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ തിരഞ്ഞെടുത്ത് നമുക്ക് ചെയ്താൽ ഒത്തിരി നല്ലതാണ്. ഇനി ഈ അടുത്ത ക്വസ്റ്റ്യൻ 9² × 27² × 3 / 3/12. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യുക, ഈസി എന്താ ചെയ്യുക വെച്ചാൽ ഓരോരുത്തരും ഓരോ മെത്തേഡ് ചെയ്യും. ഞാൻ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ എല്ലാത്തിനും 3ൻ്റെ പവറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 9നെ നമുക്ക് 3² എഴുതാം. 3² ഈ 2 അതുപോലെ ഇട്ടു, ⁻² ഇട്ടു. അയ്യോ 27നെ 3³ ഇട്ടു. ഇവിടെ 3³ ⁻² 2 × 3 ഈ 3/12നെ അതേപോലെ ഇട്ടു. ഇനി നമുക്കിത് ഈസിയായിട്ട് സോൾവ് ചെയ്ത് ഇവിടെ എന്താ ഇത് തന്നെ a⁻m × ⁻n ഈ ഇക്വേഷൻ a⁻mn. അപ്പോൾ അതേപോലെ ഇതെത്ര വരും? 4 വരും. ഇവിടെ 3 × 2 6 വരും, 3 വരും. ഇനി നമുക്ക് ഇതിനൊക്കെ എഴുതുന്ന ഇക്വേഷൻ എന്താ? a⁻m × a⁻n എത്ര? a⁻m + n. അപ്പോൾ അതേപോലെ 6 4 10. ഇവിടെ 3ക്ക് ഇവിടെ 1 ആണ് കേട്ടോ. അത് നമ്മളെപ്പോഴും വിചാരിക്കണം, ഇവിടെ 1 ആണ്. ഒന്നുമില്ല വെച്ചാൽ ഇവിടെ 1 എന്ന് വിചാരിക്കുക. അപ്പോൾ 6 4 10 11. അപ്പോൾ 3/11 / 3/12 ഇതല്ലേ വരിക. ഇനി നമുക്ക് എന്താ ഇക്വേഷൻ പഠിച്ചിട്ട് നമ്മൾ a⁻m / a⁻n എന്താ? m - n അല്ലേ. അപ്പോൾ വരുമ്പോൾ 1/3 ആൻസർ വരും. ഞാൻ കുറച്ച് ഹോംവർക്കുകൾ തരാം, നിങ്ങളത് ചെയ്യാൻ പറ്റും ചെയ്യുക. ആൻസർ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.